പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് മൗണ്ട് സെന്റ് തോമസിലേക്ക് സഹന സമര പദയാത്ര നടത്തി. സിനഡ് മെത്രാൻമാർ സീറോ മലബാർ സഭയോടും വിശ്വാസികളോടും നീതി പുലർത്തുക, സഭാ ട്രിബ്യൂണൽ വിധി കൽപ്പിച്ച ഫാദർ വർഗീസ് മണവാളിനെ ബസിലിക്ക പള്ളിയിൽ നിന്ന് നീക്കം ചെയ്യുക, ഏകീകൃത കുർബാന കാര്യത്തിൽ സിനഡ് തീരുമാനം നടപ്പാക്കാൻ സഭാപിതാക്കന്മാർ ആർജവം കാണിക്കുക, സഭാദിനമായ ജൂലൈ 3 മുതൽ മേജർ അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഫെറോന ഇടവക പള്ളികൾ, സഭാസ്ഥാപനങ്ങൾ, കോൺവെന്റുകൾ, ചാപ്പലുകൾ എന്നിവിടങ്ങളിൽ സിനഡ് തീരുമാനിച്ചതും വത്തിക്കാൻ അനുവദിച്ചതുമായ സഭയുടെ ഏകീകൃത സത്യകുർബാനയ്ക്ക് പ്രാരംഭം കുറിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഭ അനുകൂല സംഘടനകളുടെ സംയുക്ത കൂട്ടായ്മയായ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് സഹന സമര പദയാത്ര നടത്തിയത്. ബസിലിക്കയുടെ മുന്നിലെ രാപ്പകൽ സമരപന്തലിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ നാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പദയാത്രയ്ക്ക് വിവിധ പള്ളികളിൽ സ്വീകരണം നൽകി. തുടർന്ന് പദയാത്ര സീറോ മലബാർ സഭ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സമാപിച്ചു. സമാപന സമ്മേളനം ഫാദർ ജോൺ തോട്ടുപുറം ഉദ്ഘാടനം ചെയ്തു. വിവിധ ഇടവക കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് ഫാദർ വിൻസെന്റ് ചിറ്റിലപ്പള്ളി, അഡ്വക്കേറ്റ് ജോയ് ജോർജ്, അഡ്വക്കേറ്റ് മത്തായി മുതിരന്തി, ചെറിയാൻ കവലക്കൽ, ജോസഫ് എബ്രാം, ടെൻസൻ പുളിക്കൽ, കുര്യാക്കോസ് പഴയമടം, ജോസ് പാറക്കാട്ടിൽ, സീരിയ ആന്റണി, ജോസഫ് അമ്പലത്തിങ്കൽ, മരിയ സേവ്യർ, മേരി ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.